ഇന്ന് ഓശാന ഞായറാണ്. ഈശോ കഴുതപ്പുറത്ത് വരുന്നു, ആളുകൾ ഈശോയെ സ്വീകരിക്കുന്നു. അപ്പോൾ ചിലർ പറയുന്നു, ഇവരോട് മിണ്ടാതിരിക്കാൻ പറയുക. ഈശോ കൊടുക്കുന്ന മറുപടി എന്താണ്? ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ പ്രഘോഷിക്കും. ഇത് നമ്മൾക്ക് തരുന്ന ഒരു വലിയ സന്ദേശമാണ്. ഇന്ന് സുവിശേഷം വായിക്കുന്നത് നമ്മളാണ്, ഞാനാണ്. എന്നോടാണ് ഈശോ സുവിശേഷം സംസാരിക്കുന്നത്. ഞാൻ സുവിശേഷമായി മാറാൻ വേണ്ടി. ഞാൻ മാറിയില്ലെങ്കിൽ മറ്റുള്ളവർ മാറും. അപ്പോൾ ഇത് നമുക്കുള്ള സന്ദേശമാണ്. ഈശോ പറഞ്ഞ കല്ലുകൾ പ്രഘോഷിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളാണ് ഇന്നു മുതൽ സുവിശേഷം ജീവിക്കേണ്ടത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ യൂദാസ് ഒറ്റുകൊടുക്കുന്ന ആ ഭാഗം മുതൽ, ഒറ്റുകൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ഭാഗം മുതൽ കുരിശുമരണം വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഈശോ തരുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ ഇന്നും ഒറ്റുകൊടുക്കുന്നവരാണോ ഈശോയെ? ഇന്നും നിങ്ങൾ ഈശോയെ അവഹേളിക്കുന്നവരാണോ? ഇന്നും നിങ്ങൾ ഈശോയെ പീഡിപ്പിക്കുന്നവരാണോ? നമ്മൾ നമ്മുടെ സഹോദരനെ ഒറ്റുകൊടുക്കുന്നുണ്ടെങ്കിൽ, സഹോദരനെ അവഹേളിക്കുന്നുണ്ടെങ്കിൽ, സഹോദരനെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഈശോയെ തന്നെയാണ്. ഈശോ നൽകുന്ന ഏറ്റവും വലിയ സുവിശേഷ സന്ദേശമാണ് സഹോദരനെ സ്നേഹിക്കുക. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിച്ചാൽ മാത്രമേ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സഹോദരനെ സ്നേഹിക്കുകയും അവനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നവരായി നമുക്ക് മാറാം. ഈസ്റ്ററിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ്, ഒരു ഉയർപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഹോദരനെ സ്നേഹിക്കണം, ചേർത്ത് പിടിക്കണം. ഈശോ നമ്മളെ ചേർത്ത് പിടിച്ചു. ഇതാ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, 3-ാം ദിവസം ഉയർത്തിട്ടുണ്ടെങ്കിൽ അതേ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.